വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, എൻ്റെ മക്കൾ എല്ലാവരും ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്നുള്ള ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇനി വരുന്ന എക്സാമിനേക്കൊക്കെ നിങ്ങൾക്ക് അത് വേണം അല്ലെ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് കുറച്ചൊന്ന് ടഫായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഡെസിമലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഫ്രാക്ഷൻസിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഡെസിമലിലേക്ക് വരുമ്പോൾ അല്ലേ, ഇപ്പോൾ ഡെസിമൽസിൻ്റെ ഡിവിഷൻ്റെ കേസിലൊക്കെ വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും. എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, മിസ്സിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് ചെയ്ത് നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ മിസ് ഇവിടെ നിന്ന് പറയുന്നതിന് മുൻപേ എൻ്റെ മക്കൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, റെഡി? അപ്പോൾ എന്തായാലും അതിൽ ആദ്യത്തെ ചോദ്യം മക്കൾ കണ്ടിട്ടുണ്ടാവും. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. 2 ഡെസിമൽ നമ്പേഴ്സുകളാണ്. ഒരു സാധാരണ നമ്പർ അല്ല, ഒരു ഹോൾ നമ്പർ അല്ല തന്നത്. ഒരു ഡെസിമൽ നമ്പറും മറ്റൊരു ഡെസിമൽ നമ്പറും കൂടെ ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും അല്ലേ? അപ്പം നോക്കട്ടെ, ഇവിടെ 5.6ഉം 1.4ഉം ആണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അല്ലേ അതിൽ. അപ്പോൾ 5.6 ആണ്. ഈ ഡിവിഷൻ എന്നുള്ളത് നമുക്ക് വേറെ ഒരു സൈൻ ഇട്ടിട്ട് എഴുതിക്കൂടേതാ? ഇങ്ങനെ നമുക്ക് ഡിവിഷൻ എഴുതിക്കൂടേടാ? എഴുതാം അല്ലേ? അപ്പോൾ 5.6 ഡിവൈഡഡ് ബൈ 1.4 ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. 5.6നെ നമുക്ക് മാറ്റി എഴുതാം. ഫ്രാക്ഷൻ്റെ രീതിയിലേക്ക് ഡെസിമലിനെ നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെയാണ് മാറ്റി എഴുതുക? 5.6നെ എനിക്ക് 56 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാം ഇല്ലേ? നമ്മൾ ഒരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 10ൽ ഒരു 0 ഉള്ളൂ. അപ്പോൾ ഒരു നമ്പറിന് മുൻപിൽ പോയിന്റ് ഇടാം എന്നൊക്കെ പഠിച്ചതാ. അപ്പോൾ ഇതാ നമുക്ക് 5.6നെ 56 ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതാം. അതേപോലെ തന്നെ ആരെ എഴുതാം? 1.4നെ 14 ഡിവൈഡഡ് ബൈ 10 എന്നും എഴുതാം. ഓക്കെ അല്ലേ? പിന്നെയും നമ്മൾ പഠിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താ? ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഇവിടെ എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അവനെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വേണ്ടടാ, തല തിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കി, ഏത് തല തിരിച്ചിട്ടാൽ എന്താ വരുക? 10/14 എന്ന് വരും. ഇയാൾ അങ്ങനെ തന്നെ എഴുതാം കേട്ടോ. 56/10 അങ്ങനെ തന്നെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നോക്കട്ടെ, ഇത് മൾട്ടിപ്ലൈ ആണെങ്കിൽ എങ്ങനെ എഴുതുക? നമ്മൾ 56 × 10 ഡിവൈഡഡ് ബൈ 10 × 14 എന്നാണ് വരിക അല്ലേ? നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും ക്യാൻസൽ ചെയ്യാൻ ഒരേപോലത്തെ ആളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം, ക്യാൻസൽ ചെയ്യാം അല്ലേ? അപ്പോൾ ഇവിടെ 10 ഉണ്ട്. 10ഉം 10ഉം ഞാൻ ക്യാൻസൽ ചെയ്തു. ബാക്കി ആരാ ഉള്ളത്? 56ഉം 14ഉം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 56നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് വേഗം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ തന്നെയാണ്. സിമ്പിളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ആൻസർ ആയിട്ട് 4 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടാവണം. അപ്പോൾ ഞാനിവിടെ 4 എന്ന് എഴുതുന്നതിന് മുൻപേ, കണ്ടുപിടിക്കുന്നതിന് മുൻപേ എൻ്റെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക? ചാറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാൻ ഒരു പ്രോബ്ലം തന്നാൽ മക്കൾ ചെയ്യുമോ? അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതേപോലെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ചെയ്ത് വരണം. എന്നാലേ നമുക്ക് എന്താവുള്ളൂ? ആൻസറിലേക്ക് എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത ചോദ്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. അല്ലേ, ഇതൂടെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും കാണുമ്പോൾ, പക്ഷെ വളരെ സിമ്പിളാടാ. 42.8ഉം 0.02ഉം കൂടെയാണ് എന്താക്കുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നോക്കട്ടെ എന്താവും? 42.8 ഡിവൈഡഡ് ബൈ 0.02. ഓക്കെ അല്ലേ? ഓക്കെ, നേരത്തെ പോലെ നമുക്ക് എന്ത് ചെയ്യാം? ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇതിനെ ഫ്രാക്ഷൻ ആക്കിയാൽ 428 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. എന്തുകൊണ്ടാണ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? ഒരു നമ്പറിൻ്റെ മുൻപിലേ പോയിന്റ് ഉള്ളൂ. അപ്പോൾ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് ആ ഒരു പോയിന്റ് ബേസ് ആയിട്ടുള്ള ആൻസർ കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ, ഇവിടെ നോക്കടാ, 2 നമ്പറിന് മുൻപിലാണ് പോയിന്റ്. അപ്പോൾ നമ്മൾ 10 കൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് 2നെ? അല്ല, നമ്മൾ 2നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് ആരെ കിട്ടുന്നത്? 0.02 കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പോലെ നമ്മൾ ആരെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ഇവൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ റെസിപ്രോക്കൽ എടുത്ത് നോക്കിക്കുക, എന്ത് വരും? 100/2 എന്ന് വരും ഇല്ലേ? എന്നിട്ട് ഇതാ ഇതിനൊരു മാറ്റമില്ല അല്ലേ? ഇതങ്ങനെ തന്നെ. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? ഇത് നോക്കിയേ, 428 × 100 ഡിവൈഡഡ് ബൈ 10 × 2 ശരിയല്ലേ? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരുപോലെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നോക്കട്ടെടാ, ഇവിടെ 100ഉം 10ഉം ഉണ്ട് അല്ലേ? 100 എന്ന് പറഞ്ഞാൽ 10 × 10 അല്ലേ? 100 എന്ന് പറഞ്ഞാൽ 10 × 10 ആണ്. അപ്പോൾ നോക്കട്ടെ,
താഴെയുള്ള ഒരു 10ഉം മുകളിലുള്ള ഒരു 10ഉം എനിക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി ആരുണ്ട്? ഒരു 10 അവിടെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾ അത് ശ്രദ്ധിക്കണേ. ബാക്കി അവിടെ ഒരു 10 അവിടെ ഉണ്ട്. അപ്പോൾ ആരൊക്കെ ബാക്കിയുണ്ട്? ദേ 428 × 10 ഡിവൈഡഡ് ബൈ 2. ദേ ഇവർ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം? ദേ നമുക്ക് 428ൽ 2 എത്ര ടൈംസ് പോകുന്നു നോക്കാം. അല്ലെ, എത്ര ടൈംസ് ഡിവൈഡ് ചെയ്ത് പോകുന്നോ അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു കാര്യം നമുക്ക് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? നമുക്ക് 214 അല്ലേ? എന്താ വരിക? 2, 1, 4 and 0 അല്ലേ? 2140 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ടാവണം. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ സ്റ്റെപ്പ് വൈസ് ആയിട്ട് കൃത്യമായിട്ട് ചെയ്തു വന്നാൽ എൻ്റെ മക്കൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ചോദ്യം ഒന്ന് ചെയ്ത് നോക്കുക. ശരിക്കും പറയുവാണെങ്കിൽ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്നുള്ള ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാനുള്ളത് തന്നെയാണ്. അതുപോലെ ഈ ഒരു ഡെസിമൽസിൻ്റെ ഡിവിഷനും നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. റെഡി അല്ലേ? അപ്പോൾ എൻ്റെ മക്കൾ എന്തായാലും ഇതിന് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം, നമ്മളെ ഹോംവർക്കിൻ്റെ ആൻസർ. അതുമാത്രമല്ല എൻ്റെ മക്കൾക്ക് എവിടെ നിന്നാണോ സംശയമുള്ളത് അല്ലെങ്കിൽ ഇനി എവിടെ നിന്നാണോ ക്ലാസ് വേണ്ടത് അതുകൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും മക്കളുടെ സംശയങ്ങളുടെ ഉത്തരവായിട്ട് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.